എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു എഗ് പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഓവനിലൊന്നുമല്ല കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്, പാൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ഈ ഒരു പപ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്കുള്ളൊരു മസാല ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ ഇഷ്ടത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 സവാള ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞത്, ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 പപ്സിൻ്റെ അളവിനാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ കുറച്ചുകൂടെ മണവും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ ഫസ്റ്റ് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മറക്കാതെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. ഉള്ളി നന്നായിട്ടങ്ങ് വഴന്ന് കിട്ടും. മുട്ടക്കറി വെക്കുന്നത് പോലെ ഒരുപാടങ്ങ് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടണം, അത്രമാത്രം മതി കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതിനെ അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആവിയിലിരുന്നിട്ട് കുറച്ചുകൂടി നന്നായിട്ടങ്ങ് ഉടഞ്ഞു കിട്ടും. ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി കുറച്ചുകൂടി നന്നായിട്ടങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരേണ്ടത്. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറിക്കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നന്നായിട്ട് ഈ ഉള്ളിയിലേക്ക് ഇത് മസാല ഒന്ന് പിടിച്ച് കിട്ടണം. അതുവരെ 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ അതിൻ്റെ ഒരു 4 ഭാഗം എടുത്താൽ മതി. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടയുന്നത് വരെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലയ്ക്ക് ഒന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കണം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലൊരു ബൗളിലേക്ക് ഒരു 2.5 കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഡാൽഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാൽഡ ഇല്ലെങ്കിൽ നെയ്യോ സൺഫ്ലവർ ഓയിലോ മതിയാകും. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന നേരത്തെ ഒരുപാട് ഒഴിച്ചിട്ട് ചെയ്യരുത്. കുറേശ്ശെയായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചിട്ട് ചെയ്തെടുക്കുക. വീണ്ടും ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിന് തന്നെയാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. മറക്കണ്ട, ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നല്ലതുപോലെ അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ അടച്ച് മാറ്റി വയ്ക്കുന്ന നേരത്തെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം മാത്രം വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും കൂടിയിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എത്രമാത്രം ഇതുപോലെ ചെയ്തെടുക്കുന്നോ അത്രമാത്രം സോഫ്റ്റായിട്ട് മാവ് കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നന്നായിട്ട് പരത്തിയിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക.
എന്നിട്ട് ഇതാ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നീളത്തിനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരേ ലെവലിൽ കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന ആ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കണം. ബാക്കിയിരിക്കുന്ന മാവുകളുണ്ടല്ലോ അതെല്ലാം റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുക. അപ്പോൾ ഇതാണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാൽഡ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. ഡാൽഡ ഇല്ലെങ്കിൽ നെയ്യോ ബട്ടറോ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാൻ നോക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ പരത്തിയത് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡാൽഡ തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ അങ്ങ് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്നും കൂടി പരത്തിയെടുക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുകയാണ്. നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്നത് കുറച്ച് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എത്രമാത്രം ചെയ്തെടുക്കുന്നോ അത്രയും ലെയർ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ചുകൂടി ഡാൽഡ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദാമാവ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പതിയെ അങ്ങ് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്തും കുറച്ച് ഡാൽഡ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗവും ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നീളത്തിന് ഒന്നും കൂടി പരത്തിയെടുക്കാം. അപ്പോൾ എത്രമാത്രം ഇതുപോലെ ചെയ്തെടുക്കുന്നോ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ ഇതൊന്നും കൂടി പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴൊന്ന് നീളത്തിൽ പരത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ. ആ ഒരു പരുവത്തിന് ഒരു 8 പപ്സിൻ്റെ അളവിനാട്ടോ ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് അങ്ങ് പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരേ ലെവലിൽ പറ്റുന്നിടത്തോളം ഇതുപോലെ ഒരേ ലെവലിലൊന്ന് പരത്തി കൊടുക്കുക. തീരെ അങ്ങ് നൈസായിട്ട് പരത്തണ്ട കേട്ടോ. ചെറിയൊരു കട്ടിക്ക് പരത്തിക്കോളൂ. എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു പപ്സിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നീളത്തിന്. എന്നിട്ട് ഇതുപോലൊരു 4 വരയും കൂടി ഇതുപോലെ ഒരേ അളവിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ചുകൂടി ഡാൽഡ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെച്ച് കൊടുക്കല്ലോ കേട്ടോ. ഇതുപോലെ കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ ഞാൻ ദാണ്ട് ഇവിടെ മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓരോ മുട്ടയുടെയും പകുതി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് മടക്കിതാ ഇതുപോലെ അങ്ങ് എടുക്കാം. അപ്പോൾ 4 ഭാഗവും ദാണ്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് കയ്യിലെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ അങ്ങ് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അത് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ തീരെ ചെറു തീയിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കിത് ഒരു ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം പതിയെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ഞാൻ വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി അടച്ച് വെക്കുകയാണ്. അപ്പോൾ വീണ്ടും ദാണ്ട് ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലതായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പപ്സ്. ഇത് ഓവനിലാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് പാനിലായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. എന്നിട്ടൊരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പപ്സിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പപ്സിന്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങൾ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. നിങ്ങൾ അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.